ഹായ് ഓൾ, ഇറ്റ്സ് മീ റിൻസി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ നല്ല അടിപൊളി ട്രാവൽ വീഡിയോസിൻ്റെയൊക്കെ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെന്ന് കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 10:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് 2 പേരെ നമുക്ക് പിക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. വേറെ ആരെയല്ല, എൻ്റെ അത്തായി അമ്മായി. അപ്പോൾ എൻ്റെ അച്ഛനെ അമ്മയാണ് കേട്ടോ ഞാൻ അത്ത അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് വീട്ടിലെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവരെയും പിക്ക് ചെയ്ത് നമ്മളിപ്പോൾ എന്തേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പുനലൂർ എത്തി കേട്ടോ. പുനലൂർ തൂക്കുപാലമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് റോഡ് കാര്യങ്ങളും ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. കാര്യം ഈ ഒരു റൂട്ട് കുറേ നമ്മുടെ ചാനലിൽ ഓടിയതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തേ 13 കണ്ണറ പാലത്തിൻ്റെ ആ ഭാഗമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെയും നമ്മൾ അങ്ങനെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലൂടെ ട്രെയിൻ യാത്ര ചെയ്തപ്പം ഉള്ള വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മൾ റോഡ് ട്രാവൽ ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഇപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ എന്നെ ഇങ്ങനെ ചെടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് കാണിച്ചാണ് കേട്ടോ. പട്ടിച്ചോ നിങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ പറയും. ക്യൂട്ട്നെസ് വാരി വിതറിയതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇക്ക് അങ്ങനെ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് എസ് വളവും എല്ലാം താണ്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആ ഒരു തമിഴ്നാട് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കുറ്റാലം ഭാഗമെല്ലാം കഴിഞ്ഞ് കുറേയും കൂടി മുൻപോട്ട് വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ് കേട്ടോ, നല്ലൊരു സ്പേസ് നോക്കിയിട്ട്. അപ്പം നമ്മളിത് അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പൊതിച്ചോറാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പൊതിച്ചോറൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും ഇത്രയും കറികളുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സും വയറും നിറയും. അപ്പോൾ അതേ നല്ല വൻപയർ തോരനും മുട്ട പൊരിച്ചതും നാരങ്ങ അച്ചാറും പിന്നെ ചമ്മന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അമ്മ പുളിഞ്ചിക്ക അച്ചാറൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല വൃത്തിക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ തമിഴ്നാട്. എന്താണെന്ന് ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോസിനകത്തെല്ലാം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം ആ ഒരു ഗ്രാമഭംഗി ആസ്വദിച്ച് നമ്മൾ ആ ട്രാവൽ ചെയ്യുക എന്നുള്ളത് പ്രത്യേക ഫീലാണ്. അതുകൊണ്ടിട്ട് തന്നെ എത്ര നമുക്ക് തമിഴ്നാട് എനിക്ക് കേട്ടോ എനിക്കതുകൊണ്ട് എത്ര തമിഴ്നാട് യാത്ര ചെയ്താലും എനിക്കൊരു മടുപ്പും ഇല്ല കേട്ടോ. എനിക്ക് അവിടുത്തെ ഗ്രാമഭംഗികളും അവിടുത്തെ ആളുകളെയൊക്കെ എനിക്കൊരു ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. 2 സൈഡും ഇങ്ങനെ മരങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കണ കാരണം നമുക്ക് നല്ലൊരു തണലുമാണ്, വലിയൊരു ചൂട് അങ്ങോട്ട് അടിക്കില്ല. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ കടയുമൊക്കെ ആയപ്പോഴത്തേക്കിന് അവിടുത്തെ ലെവൽ ക്രോസ് ഇങ്ങനെ അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പം കാണാൻ നമ്മുടെ കൊല്ലത്തേക്ക് നമ്മുടെ ട്രെയിൻ പോവുകയാണ് ഈ കാണുന്നത്. അങ്ങനെ അതും എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു തീർത്ഥാടനം ചെയ്യാമെന്നങ്ങോട്ട് കരുതി. അങ്ങനെ നമ്മൾ പൊട്ടൽപുത്തൂർ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്കവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പം സിയാർത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങി പുറത്ത് അവിടെ കുറച്ച് കടകൾ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ആ കടകളിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ഒരു കൗതുകകരമായ ഒരു കാര്യമാണല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ പുറത്ത് പിന്നെ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പൊട്ടൽപുത്തൂർ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡായാലും ചായ ആയാലും എല്ലാം കഴിക്കണം ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്. A1 എന്നാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ്. ഇപ്പോൾ നല്ല ഫുഡുമാണ്, അതേപോലെ ചായ ആണെങ്കിലും നല്ല ചായയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ അവിടുത്തെ ഓണേഴ്സാണ് കേട്ടോ ഇരിക്കുന്നത്. ആ മാമൻ്റെ മീശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല കൊമ്പം മീശയാണ്. അങ്ങനെ ചായ വന്നു. അപ്പോൾ ഉമ്മ എന്നാൽ എൻ്റെ ചായയും കൂടെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിതേ അവിടെ നിന്ന് ചായ, വെറും ചായ മാത്രമാണ് കേട്ടോ കുടിച്ചത്. കാര്യം നമ്മൾ കുറച്ച് മുന്നേ ആണല്ലോ ചോറ് കഴിച്ചത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ടൈം 3:45 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് സ്വീറ്റ്സ് എനിക്ക് മുഖ്യമാണ്. അങ്ങനെ തമിഴ്നാട് സ്വീറ്റ്സൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സ്വീറ്റ്സ് കടയിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഈ ഒരു ഷോപ്പും ഉണ്ട്, പിന്നെ ഓപ്പോസിറ്റായിട്ട് ഓരോ ഷോപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ ആ അങ്കിൾ നമുക്ക് അലുവ ഇങ്ങനെ എടുത്ത് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോഴത്തേക്കിന് പുള്ളി ഞാൻ പേപ്പറിൽ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് പേപ്പറിൽ വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഹൽവ കഴിക്കാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും തമിഴ്നാട്ടിൽ ഇങ്ങനെ ഈ ഹൽവയൊക്കെ കഴിച്ചിട്ടുണ്ടോ? നല്ല വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഹൽവയാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായി ഇഷ്ടമാണ്. അങ്ങനെ നോക്കിയപ്പോൾ
ജിലേബി. അപ്പോൾ അങ്കിൾ ഇതേ നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതേ ഒരു മധുരസേവ, ആ മധുരസേവ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തു. ഏലക്ക ചുക്കും ഇത് ഇനിപ്പിച്ചവും അത് മണാവളിച്ചവും ഇതല്ല നല്ലത്. ഇതെങ്ങനെ എന്നാ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ശർക്കര ഇട്ട മധുരസേവയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉമ്മായും ഭർത്തായി നിന്നപ്പോൾ അവർക്കൂടെ കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ടെസ്റ്റ് ഡോസ് ഒക്കെ അടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തയ്യമ്മയും അപ്പുറത്തെ ഷോപ്പിലും പോയിട്ട് പർച്ചേസൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചത് ഈ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൊട്ടൽപുത്തൂർ പള്ളി, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പള്ളിയാണ്. അപ്പം നമ്മൾ മിക്കപ്പോഴും ഈ ഒരു പള്ളിയിൽ വിസിറ്റൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് തിരിച്ചിനി പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കരിമീൻ ജ്യൂസ് കുടിക്കാമെന്നൊക്കെ കരുതി കേട്ടോ. അങ്ങനെ ഏകദേശം കടയെല്ലാം കഴിഞ്ഞ് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് കുറേയും കൂടി മുമ്പിലോട്ട് വരുമ്പം കാണുന്നതാണ് കേട്ടോ ഈ ഒരു കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പ്. അപ്പം വളരെ നല്ല ഒരു സൗഹൃദം, അതായത് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു അമ്മയും മോനും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു കടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല സന്തോഷമായി. അവരുടെ ആ ഒരു എന്നുവെച്ചാൽ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാടയില്ല, ഒന്നുമില്ല. ചിലർ ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര ജാട, എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്ന ടീമുകൾ ഉണ്ടല്ലോ. ചിലപ്പോൾ അത് അവരുടെ പ്രൈവസി മാനിച്ചു ആയിരിക്കാം, ഓക്കെ. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ലി ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അതേ നല്ല അടിപൊളി കരിമീൻ ജ്യൂസ് ആ ചേട്ടൻ നമുക്ക് ചെയ്ത് തന്നു. നല്ല സഹകരണമായിരുന്നു കേട്ടോ. നല്ല ചിരിച്ച മുഖത്തോടു കൂടി നമ്മളെ അവർ ട്രീറ്റ് ചെയ്തു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് നിറഞ്ഞു. പിന്നെ ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കരിമീൻ ജ്യൂസെങ്കിലും കുടിക്കണ്ടേ നമ്മൾ. കാര്യം ഞങ്ങൾ എപ്പോഴും തമിഴ്നാട് പോകുമ്പോൾ കരിമീൻ ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാനലിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി നമ്മുടെ ചാനലിൻ്റെ പേര് മൊബൈലിൽ അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോൾ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ടായി കേട്ടോ ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ട്. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ചേട്ടൻ്റെ ഈ ഷോപ്പിൽ നിന്നിട്ട് കരിമീൻ ജ്യൂസൊക്കെ കുടിക്കുക കേട്ടോ. നല്ല അടിപൊളി കരിമീൻ ജ്യൂസാണ്. അതായത് നമ്മൾ കുറ്റാലം ഭാഗത്തുനിന്ന് നമ്മൾ പൊട്ടൽപുത്തൂരിന് പോകുന്ന ഭാഗമാണ്. കടയം റെയിൽവേ സ്റ്റേഷന് മുൻപായിട്ട് വരും, റെയിൽവേ ട്രാക്കിന് മുന്നേ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ അവിടെ ഇത് ഈ കരിക്കൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ എന്നാൽ 3 കരിക്കും കൂടെ വാങ്ങാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ ഇപ്പം ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കരിക്കൊക്കെ കുടിക്കാൻ അത്യാവശ്യം നല്ലതാണല്ലോ. നമ്മുടെ ക്ഷീണമൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് കരിക്കിൻ വെള്ളം നമ്മളെ സഹായിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിതേ കരിക്കൊക്കെ വെട്ടി. ആ ചേട്ടൻ ഇങ്ങനെ കരിക്ക് വെട്ടുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ നല്ല സ്പീഡിൽ കരിക്കിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 6 കരിക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കുക, ആ ചേട്ടൻ ആ കരിക്ക് ഇങ്ങനെ ചെയ്തെടുക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരിക്കലും നമുക്കങ്ങനെ അത്രയും സ്പീഡിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും, ഇല്ലെന്നല്ല. പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ വെട്ടിയെടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അത്. അപ്പോൾ ആൻറ്റി നമുക്ക് കവറിലേക്ക് ആ കരിക്കൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ തരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ വാങ്ങി ആ ചേട്ടനോട് ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ വീഡിയോ വരുന്നതെന്ന്. അപ്പോൾ അന്ന് നമ്മൾ ട്യൂസ്ഡേ അപ്ലോഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അന്ന് വേറൊരു വീഡിയോ അപ്ലോഡിങ്ങിന് കിടന്നത് കൊണ്ട് അന്ന് നമുക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആ ചേട്ടനോട് നല്ല രീതിയിൽ കരിയൊക്കെ പറഞ്ഞു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നതേ നമ്മളിനി നേരെ പോകുന്നത് കുറ്റാലത്തേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറ്റാലം കൂടി കയറിയില്ലെങ്കിൽ ഒരു മോശമല്ലേ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിത് നാരങ്ങ വാങ്ങാനായിട്ട് ഒരു ഹോൾസെയിൽ കടയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ കടയും ആ ഒരു ഭാഗത്താണ് കേട്ടോ നമുക്ക് ഈ നാരങ്ങയൊക്കെ വാങ്ങാനായിട്ട് കിട്ടുക. കൂടുതലായിട്ട് നമ്മുടെ മിതമായ റേറ്റിലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. എന്നാൽ അധികം അങ്ങോട്ട് റേറ്റ് കുറവുമില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടുമല്ലോ. ഫ്രഷ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ നാരങ്ങയൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് നാരങ്ങയൊക്കെ വാങ്ങി. അപ്പം ആ ചേട്ടന്മാരുടെയൊക്കെ മുഖത്ത് സന്തോഷം കണ്ടോ. നമ്മൾ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ നല്ല കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളെയും കൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ. നമുക്കത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു സപ്പോർട്ടാണ് കേട്ടോ ആ ഒരു
ഒരു സഹകരണമാണ് അവിടെ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളോടൊപ്പം അവരും എൻജോയ് ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ കണ്ടത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് ഇനി നമ്മൾ നേരെ കുറ്റാലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറ്റാലം എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതേ കുറ്റാലം എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറ്റാലത്ത് ഇപ്പം സീസൺ അല്ല എങ്കിലും അത്യാവശ്യം റഷാണ് കേട്ടോ ഇവിടെ. ഇപ്പം സീസൺ ടൈം കഴിയാറായി വരികയാണ്. ഇവിടെയും അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തിരക്കുണ്ടെന്ന് തോന്നൂല, പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പം എന്തേ നമ്മുടെ കുരങ്ങന്മാർ എവിടേക്കാണ് കയറിയിരിക്കുക. എനിക്ക് സാധനത്തിന് ഭയങ്കര പേടിയാണ് കേട്ടോ, സത്യം പറയാം. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഫുഡ് ഇരുന്നാൽ അത് അപ്പം തട്ടിപ്പറിച്ചുകൊണ്ട് വിടും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാൻ ഒരു ഫുഡ് ഐറ്റവും വാങ്ങിയില്ലെന്നുള്ളതാണ് കേട്ടോ വാസ്തവം. അങ്ങനെ നമ്മളിതേ അപ്പോൾ വെള്ളം വീഴുന്ന ആ ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി ഞാൻ ഇക്കായും കൂടെ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിക്കുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വെള്ളം. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറ്റാലത്ത് വന്നിട്ട് ഇന്ന് വരെ ഈ ഒരു പാറയിൽ കൊത്തി വെച്ചിരിക്കുന്ന ശില്പങ്ങളെ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങനെ പോയിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണ് ആ അടുത്ത് വരെ പോകുന്നത്. അപ്പോഴാണ് കേട്ടോ നമ്മൾ കണ്ടത് ശിവലിംഗവും പിന്നെ ദേവിയുടെയൊക്കെ ആ ഒരു ശില്പങ്ങൾ അവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. ശരിക്കും അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പാറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊത്തി വെച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളരെയധികം കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. അപ്പോൾ ലേഡീസിൻ്റെ ആ ഒരു ലേഡീസ് നിന്ന് കുളിക്കണം ആ ഭാഗത്ത് നല്ല രീതിയിൽ നമുക്ക് തെളിഞ്ഞ് കാണാം കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോ അങ്ങനെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യണത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. ഇപ്പുറത്തെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ആ മേൽഭാഗത്തൊക്കെ കൊത്തിയൊക്കെ വെച്ചിരിക്കുന്നത് അത് കുറച്ചൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടോ. അതിനുശേഷം പിന്നെ അവിടെയുള്ള ഷോപ്പുകളിൽ നമ്മളൊന്ന് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എവിടെ പോയാലും പർച്ചേസ് ആദ്യം മുഖ്യം ബിജിലി എന്ന് പറയുന്ന കണക്ക് പർച്ചേസ് നമുക്ക് മുഖ്യമാണല്ലോ. അപ്പം ഇവിടെ നിന്ന് ഞാനൊരു ബാഗൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിട്ടോ. അപ്പം ഈ നോക്കണ ബാഗല്ല, വേറൊരു ബാഗ് നമ്മൾ വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് പർച്ചേസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 6:15 ആയപ്പോൾ നമ്മൾ കുറ്റാലത്തിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മളിനി നേരെ ചെങ്കോട്ട മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, അതേപോലെ എന്തായാലും സ്വീറ്റ്സ് വേണമെങ്കിൽ സ്വീറ്റ്സുകൾ, നാരങ്ങ, മാങ്ങ എന്ന് വേണ്ടുന്ന സകലമായ ഐറ്റങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കുറച്ചധികം റേറ്റുകൾ കുറവുമാണ്, നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇവിടെ നിന്ന് തന്നെ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മളിത് ഈ ചെങ്കോട്ട മാർക്കറ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6:45 ആയപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നാരങ്ങയൊക്കെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. ഇവരിങ്ങനെ പച്ചക്കറി അടുക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കപ്പക്കിഴങ്ങ്, ഞാൻ ഇക്കടുത്ത് ചോദിക്കുകയാണ് കപ്പക്കിഴങ്ങ് വേണോ എടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു പച്ചക്കറി കടയാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോൾ തമിഴ്നാട് വന്നാലും ചെങ്കോട്ട ഏരിയ വന്നാലും ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങാറൊക്കെ ഉള്ളത്. അങ്ങനെ ഉമ്മയുടെ പർച്ചേസിങ് അവിടെ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പർച്ചേസിങ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി അവിടെ നിന്ന് പിന്നെ നമ്മൾ പുളിയറയ്ക്ക് മുൻപായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് മാങ്ങ മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമുക്കിങ്ങനെ മാങ്ങ ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ടേസ്റ്റൊക്കെ ചെയ്ത് മാങ്ങയുടെ മധുരമൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിയത്. അങ്ങനെ ഇവിടെ നിന്ന് മാങ്ങയും കുറച്ചധികം സപ്പോട്ടയും എല്ലാം വാങ്ങിയതിന് ശേഷം ഇനി ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനിയുള്ള റോഡ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ഇപ്പോൾ കുന്നിക്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വഴി എപ്പോൾ പോയാലും അല്ലെങ്കിൽ ഞാൻ ഷോപ്പിലിരിക്കുന്ന സമയത്താണേലും ഒന്നെങ്കിൽ ബേക്കറേബിയ അല്ലെങ്കിൽ സൽവ, ഈ 2 റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രമേ ഞാൻ ഫുഡ് വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് വരുന്ന ടൈമിലെല്ലാം ഞങ്ങൾ കയറി ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബേക്കറേബിയയിൽ നിന്നാണ്. അങ്ങനെ നമ്മളിത് ബേക്കറേബിയയിൽ കയറി ഞാനും ഉമ്മയും അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇക്കായും അത്തായും ഒരു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. പൊറോട്ടയും പിന്നെ പനീർ കറിയും ചിക്കൻ കറിയൊക്കെയാണ് അവർ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് അടിപൊളിയാണ്. ഇപ്പോൾ ഇവരുടെ റെസ്റ്റോറൻറ്റ് നമ്മുടെ കൊട്ടാരക്കര കരിക്കത്തും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻറ്റ് ബേക്കറേബിയ തന്നെ നമ്മുടെ കരിക്കത്തും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും പോയി ഫുഡൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക്
ആ ഒരു ഷോപ്പിലെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ട്രാവൽ വീഡിയോസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഒരുപാട് കാഴ്ചകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി. ടാറ്റ, ബൈ ബൈ.